കമ്മിറ്റി, നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ എടക്കര ഏരിയ കമ്മിറ്റി. എടക്കര ഏരിയ കമ്മിറ്റിയിൽ 13 അംഗങ്ങളും നിലമ്പൂർ ഏരിയ കമ്മിറ്റിയിൽ 11 അംഗങ്ങളുമാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ ഒരു ഘടന. ഈ 23 ആളുകൾ അടങ്ങുന്ന യോഗത്തിൽ വെച്ച് നമുക്കറിയാലോ, അസംബ്ലി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും ഉപരി കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയാണ്. ആ ജില്ലാ കമ്മിറ്റി വെക്കുന്ന പാനലിനെ സംബന്ധിച്ച് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടക്കും. ആ ചർച്ച നടക്കുന്ന സമയത്ത് ബദൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്താം. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ CPM പ്രവർത്തകർക്ക് PV അൻവറിനെ പരിചയമില്ല. PV അൻവറിനെ പരിചയമുണ്ട്. ഏറനാട് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു അറിവല്ലാതെ CPMനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ PV അൻവറിനെ നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്ക് പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് നിലമ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥിയായി വന്നത്? ഇത് സംബന്ധിച്ച യോഗം ഞാൻ പറഞ്ഞല്ലോ, മേൽപ്പറഞ്ഞ 23 അംഗങ്ങൾ, അതിലൊരാൾ ഞാനുമാണ്. ആ 23 അംഗങ്ങളിൽ എടക്കര ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുക്കുകയാണ്. സഖാവ് വിജയരാഘവൻ പങ്കെടുത്തുകൊണ്ടുള്ള ആ യോഗത്തിൽ പലവിധ അഭിപ്രായങ്ങളാണ്. മേൽ കമ്മിറ്റി സഖാവ് PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഉള്ള നിർദ്ദേശം, ആ നിർദ്ദേശത്തിന്മേൽ നടക്കുന്ന ചർച്ചയിൽ എടക്കരയിലെ 4-5ഓളം വരുന്ന പാർട്ടി സഖാക്കൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. നിലമ്പൂരിൽ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഏകദേശം PV അൻവറിനെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ PV അൻവറിനെ കാലുവെട്ടും ചാലിയാറിൽ എറിയും എന്നൊക്കെ പറഞ്ഞ നേതാവ് അന്ന് അൻവറിന് വേണ്ടി വാദിച്ച ആളായിരുന്നു. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ സഖാവിന്റെ ഒപ്പം നിന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ അങ്ങനെ ഉള്ള ഇത് ചെയ്തിട്ട് നന്ദികേട് കാണിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു മര്യാദയല്ല കൂട്ടരെ. ഞാൻ മറ്റു വിഷയത്തിലേക്ക് തന്നെ വരാം. എങ്ങനെ PV അൻവർ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സഖാവ് വിജയരാഘവനും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും അടങ്ങുന്ന ആ യോഗത്തിൽ വെച്ച് തീരുമാനമായില്ല. ആരാണോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. ആ തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി ഈ യോഗം 2 ദിവസം കഴിഞ്ഞ് മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുക. മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഈ 23 അംഗങ്ങൾ അടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ. മലപ്പുറത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 23 ആളുകൾ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി പ്രതിനിധികൾ എന്നുള്ള നിലയിൽ, ഇന്ന് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. മലപ്പുറത്ത് പാർട്ടി ഓഫീസിലാണ് യോഗം വെച്ചിട്ടുള്ളത്, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗത്തിന് ചെല്ലുന്ന സമയത്ത് ഇപ്പുറത്ത് ഞങ്ങൾ 23 ആൾക്കാർ, അപ്പുറത്ത് 40ഓളം ആളുകൾ. ആരാണെന്നറിയോ നിങ്ങൾക്ക്? പാർട്ടിയുടെ എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരും, സഖാവ് TK ഹംസ, പാലോളി, കോടിയേരി ഉൾപ്പെടെ 10-40ഓളം വരുന്ന CPMന്റെ സംസ്ഥാനതല നേതാക്കൾ. യോഗത്തിന്റെ മറ്റ് പ്രാഥമിക കടമകൾ അതിലേക്കൊന്നുമില്ല. സ്വാഗതം പറയുക, അധ്യക്ഷനെ, അതൊന്നുമില്ല. സഖാവ് കോടിയേരി എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ 23 ആള് അഭിസംബോധന ചെയ്തുകൊണ്ട് കോടിയേരി എണീറ്റ് നിന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് PV അൻവറിനെ ആണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുക. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, മറുപടി പറയാൻ കഴിയില്ല. ഇപ്പുറത്ത് 23 ആള്, അപ്പുറത്ത് 40 സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗങ്ങൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ഒരാളും അഭിപ്രായം മാറ്റി പറഞ്ഞില്ല. നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നടന്ന യോഗത്തിൽ നടന്ന അഭിപ്രായ വ്യത്യാസമൊന്നും അവിടെ ആർക്കും പറയാൻ കഴിയാത്ത തരത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് CPMന്റെ സംഘടനാ സംവിധാനം തരത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് താഴെത്തട്ടിലെ സഖാക്കളുടെ അഭിപ്രായം പരിഗണിക്കുക എന്നുള്ള നിലയിലല്ല അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. ഈ അൻവറിനെ പാർട്ടിയുടെ നേതാക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ പ്രാപ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് PV അൻവർ എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകളാണ്
നിലമ്പൂരിലേക്ക് PV അൻവറിനെ നമുക്ക് തരുന്നത്. ആ PV അൻവറിനെ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ PV അൻവറിന്റെ കാല് വെട്ടും എന്ന് ആ നേതാക്കൾ പറഞ്ഞ അത് ബോധ്യപ്പെടുവോ സുഹൃത്തുക്കളെ, സഖാക്കളെ? ഇപ്പൊ നമുക്കത് ബോധ്യപ്പെടുവോ? നമുക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പാർട്ടി നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരാള്, അല്ലെങ്കിൽ എന്ത് വേണം? PV അൻവറിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പാർട്ടി അഭിപ്രായ വ്യത്യാസം വേണം. PV അൻവറിന്റെ പെരുമാറ്റത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സഖാവിന് അഭിപ്രായ വ്യത്യാസം വേണം? ഉണ്ടോ? ഈ 8 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന് നെഞ്ചുറപ്പോടെ നിൽക്കാനുള്ള ആത്മധൈര്യം തരികയാണ് ഈ PV അൻവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്തായിരുന്നു? നിലമ്പൂർ മുനിസിപ്പാലിറ്റി, നിലമ്പൂർ പഞ്ചായത്ത് ആയിരുന്ന കാലത്ത് സഖാവ് വേലുക്കുട്ടി പ്രസിഡന്റ് ആയത് കഴിഞ്ഞാൽ നിലമ്പൂരിലെ CPMന്റെ പ്രാതിനിധ്യം എന്തായിരുന്നു? ആ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടി, എന്തിനു വേണ്ടി അറിയോ? അത് PV അൻവറിന്റെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സ്കൂളിന്റെ, നിലമ്പൂർ GUP സ്കൂളിന്റെ കുറച്ച് സ്ഥലം വിട്ടുകിട്ടണം. അതിന് നിലവിലുണ്ടായിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി UDF സംവിധാനം അതിനെതിരായിരുന്നു. MLAയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടായിരുന്നു അവരുടെ നിൽപ്പ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തേ അടങ്ങുകയുള്ളൂ എന്നുള്ള നിലയിൽ ഒരു സാധാ പാർട്ടി മെമ്പറുടെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഒരു 10-18,000 വീടുകൾ ഉണ്ടാവുമല്ലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ. അതിൽ പകുതിയിലധികം വീടുകൾ നേരിട്ട് കയറി ഇറങ്ങിയൊരു ഒരു ഒരു MLA. ആ MLAക്ക് കാറിൽ വന്നിറങ്ങി യോഗം നടക്കുന്നിടത്ത് ചെയ്താൽ അവിടെ ഇരുന്നാൽ മതി. അദ്ദേഹം 9,000-ലധികം വീടുകൾ കയറി ഇറങ്ങി. അങ്ങനെയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നമുക്ക് ഭരണം കിട്ടുന്നത്. സമാനമായ മറ്റു പഞ്ചായത്തുകളുടെ സ്ഥിതി അറിയാലോ നമുക്ക്. പോത്തുകല്ല് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. തമ്പടിച്ചു കൂടുകയായിരുന്നു പാർട്ടിക്ക് വേണ്ടി ഇദ്ദേഹം. ചോക്കാട് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്, അമരമ്പലം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്, CPMന് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന ആ സീറ്റുകൾ, ആ പഞ്ചായത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കാൻ ഒപ്പം നിന്ന ഒരു സഖാവിനെ ഇന്നലെ തള്ളി പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ സഖാക്കളെ? ഇത് മാത്രമാണോ? നമുക്കറിയാലോ നിലമ്പൂരിലെ മറ്റു വികസന പ്രവർത്തനങ്ങൾ. വഴിക്കടവ് പഞ്ചായത്ത് 2015-20 കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിർലോഭമായ സഹകരണം. വഴിക്കടവ് പഞ്ചായത്ത് നേടിയിട്ടില്ലാത്ത, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു 60 കൊല്ലത്തിന് ഉള്ളിൽ നേടാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ 5 കൊല്ലം കൊണ്ട് PV അൻവർ അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബോധ്യം വരാവുന്ന കാര്യങ്ങളാണ്. നിലമ്പൂർ മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിൽ മുഴുവനും. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അൻവറിനെ തൂക്കിക്കൊല്ലണം, അൻവറിന്റെ കാല് വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കതിന് കൂട്ടുനിൽക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമുക്കറിയാം PV അൻവറിനെ എതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേതാക്കൾക്ക് അത് വിശദീകരിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം, DGPയുമായി ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന, വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന ഒരു